ഹായ് ഹലോ റെഡ് ചില്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കൈത്തൈലം കൊണ്ട് ഒരു ഡ്രസ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം. തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് ആയ ഭാഗവും ഇത് ഓപ്പൺ ഭാഗവുമാണ്. ഈ മുകളിൽ നിന്നാണ് നമ്മൾ അളവ് എടുക്കുന്നത്. ആദ്യം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തകലം ഞാനൊരു 3 എടുക്കുന്നത്. 3 എടുത്തു. അവിടെ നിന്ന് ഈ 3 എടുത്ത് ഇവിടേക്ക് ഷോൾഡർ 3 എടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ അളക്കണം. ഞാൻ ആം ഹോള് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിറക്കം. ഞാൻ കഴുത്തിറക്കം എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇനി ഈ 6 ഇഞ്ച് എടുത്ത് ബാക്കും ഫ്രണ്ടും ഒരേ കഴുത്തിറക്കമാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തൊരു ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ 3 ഇഞ്ച് വരച്ച് ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് പോർഷൻ അടയാളപ്പെടുത്താം. ചെസ്റ്റ് പോർഷൻ ഞാനൊരു 8.5 ഇടുന്നത്. 8.5 ബാക്കി 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കഴുത്ത് റൗണ്ട് ഷേപ്പിന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഈ മുകളിൽ നിന്ന് 21 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഏകദേശം 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 9 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേപോലെ താഴേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മളതിൻ്റെ അടുത്ത മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് താഴെ പ്ലീറ്റ് കൊടുക്കാൻ, ഈ തുണി വെച്ച് താഴെ പ്ലീറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പ്ലീറ്റിന് നമുക്കിവിടെ ഒരു 6.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഇതേ സെയിം അളവിൽ ഒരു 2-3 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ പ്രില്ല് വെക്കാൻ നമ്മളൊരു 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറകിലത്തെ ആ വള്ളിക്ക് വേണ്ടിയാണ്. കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് നമ്മുടെ നെക്ക് പോർഷനിൽ വെക്കാൻ ക്രോസ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്രോസ് പീസ് ഇതേപോലെ മടക്കി ഇതേപോലെ നമുക്ക് കൈത്തയ്യലും വെച്ച് തയ്ച്ചെടുക്കാം. ഇതേപോലെ പിന്ന് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇതുപോലെ കയ്യത്തയിൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. ഇങ്ങനെ നിങ്ങളെൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്. ആഹാരം കഴിക്കാതിരുന്ന് മെനക്കെട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൈ വിറയ്ക്കുന്നത്. ഇത് കണക്ക് മടക്കി കൊടുക്കാം. മടക്കി തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ജാക്കറ്റ് രീതിയിൽ ചെയ്യുന്നുള്ളൂ. അതിന് ഒരു തുണി എടുത്ത് രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്ത് 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മുടെ ടോപ്പിന് നമ്മൾ 6 ഇഞ്ചാണ് കഴുത്ത് വെച്ചിരിക്കുന്നത്. 1 ഇഞ്ച് കൂട്ടി നമ്മൾ ഈ കോട്ടിന് വയ്ക്കാം. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇത് ചെറിയൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 3 ഇഞ്ച് ഷോൾഡർ എടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ താഴോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോള് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതും ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഇത് ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് വണ്ണം എടുക്കാം. താഴേക്ക് മാർക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ താഴെ നിന്ന് ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. അത് കാണിച്ചു തരാം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ നിന്ന് മേലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ചെറിയതായി ഇതേപോലൊരു ഷേപ്പ് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ വരും. ഇനി നമുക്കിതുകൂടെ തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നമ്മുടെ ഡ്രസ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് സൈഡ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാലൻസ് തുണി വെച്ച് നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു ജാക്കറ്റ് രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഡ്രസ്സിന് കുറച്ചുകൂടെ ലുക്ക് കിട്ടും. നമുക്കങ്ങനെ ഒരു ജാക്കറ്റ് കൂടെ ചെയ്തെടുക്കാം.